ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ളത് എന്റെ വെല്ലിച്ചന്റെ ഇളയ മകനാണ്, പേര് മണികണ്ഠനാണ്. അത്രയും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഞങ്ങൾ യൂസ് ചെയ്ത നാപ്കിൻ ഞങ്ങൾ വാഷ്റൂമിൽ വെച്ചിരുന്നു, ഒരു വേസ്റ്റ് ബിന്നി വെച്ചിരുന്നു. പുള്ളിക്കാർ അത് എടുത്തു വെച്ചിട്ട് അവന്റെ കൂട്ടുകാർക്കും അവന്റെ ഫ്രണ്ട്സിനും അവന്റെ ആങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അനാവശ്യമായിട്ടുള്ള കുറെ സംസാരങ്ങൾ അവിടെ സംസാരിച്ചു. മെനങ്ങാന്ന് രാത്രിയും വെള്ളം ഒടിച്ചിട്ട് അവിടെ കിടന്ന് ഇനി ചീത്ത വിളിക്കാനായിട്ട് ഒന്നുമില്ല. ഇവൻ വെള്ളത്തിലായതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ ഒന്നും ചോദിച്ചില്ല. ഇന്നലെ എന്റെ ചേച്ചി എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ചേച്ചിയുടെ കാര്യം പറയുന്നത് കേട്ടിട്ട് ഇവൻ വന്ന് കുറെ അലച്ചു, മാടയോ കോടയോ കുറെ പറഞ്ഞു. നമുക്കറിയത്തില്ല, അവന്റെ പെണ്ണുമ്പിളയ്ക്കൊന്നും ആവത്തില്ലെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. സാധാരണ ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യമാണ് ഈ പീരീഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. അത് എല്ലാവർക്കും അറിയാം. ഒരു ആണായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ അതിനെപ്പറ്റി അറിഞ്ഞില്ലെന്ന് പറയുമ്പം എന്തോ പറയാനാ ഗൈസ്. അതിനാണ് ഇത്ര വലിയ പ്രശ്നമായത്. പുള്ളിക്കാരൻ മണ്ട ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഈ പീരീഡ്സ് എന്ന് പറയുന്ന സാധനം നോർമലായിട്ട് ഗേൾസിനും ബോയ്സിനും അറിയുന്ന ഒരു കാര്യമാണ്. അതിനെ എടുത്തു വെച്ച് ഇത്രയും പുച്ഛിക്കേണ്ട കാര്യം എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല കാര്യമായിട്ട്. അതും യൂസ് ചെയ്ത ഒരു നാപ്കിൻ എടുത്ത് വെച്ചിട്ട് അവൻ അടച്ചിരുന്ന സാധനം തുറന്നു വെച്ചിട്ടാണ് അവൻ ആ ഫോട്ടോ എടുത്തിട്ട് എല്ലാവർക്കും ഇട്ടുകൊടുത്തെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല ഗൈസ്. പക്ഷെ അവനെ പോലുള്ള ഇനി വൃത്തിയായിട്ടവന്മാര് കുറെ പേരുണ്ട് നമ്മുടെ ഈ ലോകത്ത്. ഈ വീഡിയോ ഞാൻ ഇട്ടെന്ന് പറഞ്ഞ അവന്റെ ചേട്ടൻ രാവിലെ എന്നെ വിളിച്ച് എന്നെ കുറെ ഭീഷണി ചെയ്തു, നീ ആ വീഡിയോ ഡിലീറ്റ് ആക്ക്, നീ എന്തു ഈ പറയുന്നേ, അങ്ങനെ ഇങ്ങനെ. ഞാൻ ഈ ചെയ്ത വീഡിയോന്റെ ഫുൾ വീഡിയോ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എനിക്ക് ഇടാൻ വയ്യ ഗൈസ്. അത്ര വൃത്തിയായിട്ട് രീതിക്കുള്ള ബിഹേവ് ആണ് അവൻ ചെയ്യുന്നത്. ഒന്നൊന്നല്ല, കുറെ പെണ്ണുങ്ങളുടെ ജീവിതവന്മാരെ നശിപ്പിച്ചിട്ടുള്ളൂ. അതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ പറഞ്ഞാലേ എന്നെ വെട്ടി കീറുവന്മാർ. ആ രീതിക്കുള്ള സംസാരം അവൻ സംസാരിക്കുന്നത്. 2 ദിവസത്തിലുള്ള വരും, വലിച്ചു കീറുമെന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. നമുക്ക് എന്തോ നോക്കാം. ഞാൻ എന്തേലും ഇതിങ്ങനെ വിട്ട് കളയാനൊന്നും എനിക്ക് താല്പര്യമില്ല. നിസാര ഒരു പീരീഡ്സിന്റെ കാര്യത്തിൽ ഇത്രയും പൂച്ചിക്കുന്നുണ്ട്. ഇവനൊക്കെ വെറും പെണ്ണനാണ് ഗൈസ്, വെറും പെണ്ണൻ. ഈ കമന്റ് ഇട്ടേക്കുന്നവനും ഇന്നലെ എന്നെ അടിക്കാൻ വന്നവനും എന്റെ വെല്ലിച്ചന്റെ മക്കളാണ്. പിന്നെ ഈ പൊതു ബാത്റൂമിലല്ല ഞാൻ യൂസ് ചെയ്ത് ഈ പീരീഡ്സ് ആയ പാഡ് ഞാൻ വെച്ചിരുന്നത്. ഞങ്ങൾ സ്വകാര്യമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ബാത്റൂമിലാണ് വെച്ചിരുന്നത്. ഈ സൊസൈറ്റിയിൽ പല പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചവന്മാരാണ് ഇവന്മാർ രണ്ടുപേരും. പിന്നെ പറയുന്നുണ്ടല്ലോ, എന്നെ എടുത്തു വളർത്തിയതിന് നീ നാണം കെടുന്നു, നിനക്ക് നീ പുച്ഛിക്കുന്നെന്ന്. നീ അല്ലടാ പുച്ഛിക്കേണ്ട, ഞാനാ പുച്ഛിക്കേണ്ട. നിന്നെ കാങ്ങളമാരാന്ന് പറഞ്ഞ് കൊണ്ടുനടന്നതിന് ഞാൻ വേണം പുച്ഛിക്കാൻ. അത് നീ ആലോചിച്ചു വിഷ്ണു. എത്ര പെണ്ണുങ്ങളുടെ ജീവിതം നീയും നിന്റെ അനിയനും കൂടെ നശിപ്പിച്ചെന്ന് വെച്ചാൽ വിരലിൽ എന്നെ എടുക്കാൻ പറ്റത്തില്ല. വിത്ത് പ്രൂഫ് എന്റെ കയ്യിലുണ്ട് വിഷ്ണു. നീ കാണിപ്പിക്കരുത്. അനിയന്റെ പ്രശ്നത്തിൽ വന്ന് ചേട്ടൻ കുരുങ്ങല്ല്. നീ അതുകൊണ്ട് പൊക്കോ, നിന്റെ ആരും നോക്കി പൊക്കോ വിഷ്ണു. അതാണ് നിനക്ക് നല്ലത്.